ഒരു പ്രാഥമിക പരിശോധനയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സ്പീഡ് ഉണ്ടായിരുന്നു. ഇതൊരു ഓവർടേക്ക് ചെയ്തതായിട്ട് കാണുന്നു. KSRTC ബസ്സുകാരൻ്റെ ഡ്രൈവറുടെ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് തെറ്റൊന്നും കാണുന്നില്ല. സാർ, ഈ വാഹനം പരിശോധിച്ച് ഇതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വാഹനത്തിന് ഇടിയിലുണ്ടായ ഡാമേജേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇടിച്ചപ്പോൾ പിന്നെ വാഹനം ഇടിച്ച് ഉണ്ടായ ഡാമേജ് മാത്രം. വണ്ടിക്ക് ഇടിക്കുന്നതിന് മുമ്പ് ഒരു ഡാമേജ് ഉള്ളതായിട്ട് കാണുന്നില്ല. ടയറും ഒക്കെ അത്യാവശ്യം എല്ലാം ഉണ്ട്. ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഓർഡറിൽ തന്നെ ഇരിക്കുന്നത്. അതാണ് ഞാൻ പരിശോധിച്ചത്. ബ്രേക്ക് സിസ്റ്റം ഓർഡറില്ല. നമുക്ക് ഇത് വാഹനം റെൻറ്റിന് കൊടുക്കുന്നതിന് പക്ഷേ ഒരു നിയമവിരുദ്ധമാണ്. അങ്ങനെ റെൻ്റ് ക്യാബായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ്, ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ലൈസൻസ് വേണം. അതൊന്നുമില്ല. പക്ഷേ ഇത് പിള്ളേരുടെ ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ലെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണ് ഈ വാഹനം കയ്യിരിക്കുന്നത്. പക്ഷേ ഈ ലൈസൻസ് കിട്ടിയിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. 5 മാസത്തെ എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഒരു മെച്യൂരിറ്റി ആകാത്ത ഒരാളല്ലേ വണ്ടി ഓടിച്ചിരിക്കുന്നപ്പോൾ. ലൈസൻസ് കിട്ടിയെന്നുള്ളത് കൊണ്ട് മാത്രം എക്സ്പീരിയൻസ് ആകത്തില്ല. അതുതന്നെയല്ല, ഈ 7 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടിക്കകത്ത് 11 പേരിരുന്നെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഒരാളും ഡ്രൈവറും കൂടാതെ ഒരാൾ കൂടുന്നു. ആ ഒരാൾ കയറുന്നപ്പോൾ അയാളുടെ കൈകളിൽ, ഈ ഡ്രൈവറുടെ കൈകളിലെങ്ങാനും വല്ല മുട്ടുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഒരു കാരണവുമില്ലാതെയാണ് നേരെ ഒന്ന് സ്കിഡായി KSRTC ബസ്സിൽ ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ദൃശ്യങ്ങളിൽ അത്ര വലിയൊരു സ്പീഡ് തോന്നുന്നില്ല. സ്പീഡുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഡാമേജ് വരത്തില്ല. സ്പീഡ് കൂടുമ്പോഴാണല്ലോ ആക്സിഡൻറ്റിനകത്ത് കൂടുതൽ ഇതുണ്ടാകുന്ന, ഡാമേജ് ഉണ്ടാകും. ഇടിച്ചൊരു ഓപ്പൺ സ്പേസിലേക്ക് വന്ന് തെറിച്ചായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാകില്ലായിരുന്നു അല്ലേ? ഇതിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിയന്ത്രണം വിടണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ് കാണാം. ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞത് CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നല്ല മഴയല്ലേ, റോഡിൽ നിൽക്കണമെന്നല്ലല്ലോ വണ്ടി. ബ്രേക്ക് അപ്ലൈ ചെയ്തു, വണ്ടി സ്കിഡ് ചെയ്തിട്ടുണ്ട്, നേരെ വലത്തേക്ക്. പ്രത്യേകിച്ച് ഫ്രണ്ട് സീറ്റിൽ 3 പേരൊക്കെ ഇരിക്കുമ്പോൾ ഡ്രൈവർക്ക് ഫ്രീ ആയിട്ടിരുന്ന് വണ്ടി നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഈ 3 പേരുണ്ടായിരുന്നു ഉറപ്പാണോ എന്ന് എല്ലാവരും കാഴ്ചക്കാർ പറയുന്നല്ലോ. കാഴ്ച ഉണ്ടാവണമല്ലോ. 11 പേരുണ്ടെങ്കിൽ നടുക്കത്തെ സീറ്റിനകത്ത് 3 പേർക്ക് ഇരിക്കാൻ. പുറയിൽ 2, 3, 2, 5. ഫ്രണ്ടിൽ എത്ര പേര്? 2. അപ്പോൾ 7 പേര്. അപ്പോൾ പിന്നെ 3 പേരവിടെ കൊള്ളിച്ചു. 4 പേര്. 4 പേരവിടെ കൊള്ളിക്കണം. പുറയിലത്ത് നടുക്കത്തെ സീറ്റ് ഒരാളെ കൂടി കൊള്ളിക്കാം. കൂട്ടി പിന്നെ 3 പേരുണ്ട്. അവരവിടെ കൊള്ളിക്കും. ഒരാൾ കൂടി അഡീഷണൽ ഫ്രണ്ടിൽ കൊള്ളിച്ചിരിക്കാൻ വഴിയില്ലേ? അതൊരു അനുമാനമാണ്. അപ്പോൾ ഈ വാഹനം ഇതിൽ വന്നിട്ട് പൂർണ്ണത്തിൽ KSRTC ഇടിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടായി. അതിലേലോ മറ്റോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ്. അതെ, അത് ഇതിപ്പോൾ ചരിഞ്ഞു കൊണ്ടതുകൊണ്ടാണ്. നേർക്കിടിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. ചരിഞ്ഞു കൊണ്ടപ്പോൾ, അതായത് തവേര വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടിച്ചു കൊണ്ടപ്പോൾ ആ സൈഡിൽ ഇരുന്നവരാണ് മരിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈവർക്കൊന്നും പറ്റുന്നത്. ഡ്രൈവറുടെ സൈഡ് സേഫാണല്ലോ. ഈ വാഹനം നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന നിയമവിരുദ്ധം. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അതിനൊരു നടപടി ഉണ്ടാവും. ഇപ്പം ആദ്യം നമ്മൾ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് അല്ലല്ലോ നമുക്ക് കടക്കണം. ആദ്യം ഈ ബാക്കിയുള്ളവരുടെ അതിൻ്റെ കാരണം കണ്ടെത്തുകയാണെന്നല്ലോ. ഇതുപോലെ പലരുമൊക്കെ ചെയ്യുന്നുണ്ടാവണം. ഈ പ്രൈവറ്റ് വാഹനങ്ങൾ പിന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമായ പ്രവണതയുണ്ട്. ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് അത്തരം കാര്യങ്ങൾക്ക് കർശനമായ നടപടി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സ്ട്രെച്ചിൽ വേണമെങ്കിൽ അത്യാവശ്യം വേഗതയിൽ വരാൻ പറ്റുന്ന ഒരു സ്ട്രെച്ച് അല്ലേ? കാരണം ഉണ്ട്. ഇതിപ്പോൾ പറയുന്ന സിനിമയ്ക്ക് പോകാനായിട്ടായിരുന്നെന്നും 9:30 സിനിമയ്ക്ക് പോകാനായിരുന്നെന്നും അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് ഉണ്ടായത് 9:20 അങ്ങനത്തെ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു പറയപ്പെടും. സ്വാഭാവികമായിട്ട് അവർ ഒരു ശാലസ്പ് എടുക്കാനുള്ള സ്വാഭാവിക സാധ്യതയുണ്ടല്ലോ. 5 മാസം മാത്രമേ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടിയിട്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു വാഹനം ഓടിച്ചുള്ള പരിചയമേ ഉണ്ടായിരിക്കുള്ളൂ. 11 പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു. ആഘാതം കൂട്ടാൻ അതും കാരണമായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ശേഷിയും ഈ 11 പേർ കൂടുമ്പോൾ ബാധിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവർക്ക് അല്ലെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വാഹനം നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന സംശയമൊക്കെയാണ് ഉന്നയിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അത്തരം സാങ്കേതികമായ കാര്യങ്ങളോ അല്ലെ നിയമപ്രശ്നങ്ങളോ ഒക്കെ അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പോൾ ഈ ഒരു വല്ലാത്തൊരു സങ്കടത്തിൻ്റെയാണ്. 19 വയസ്സുള്ള 5 കുട്ടികളാണ് നഷ്ടപ്പെട്ടത് എന്ന വേദനയാണ്. എന്തായാലും ആ സങ്കടം പെട്ടെന്നൊന്നും മാറുകയുമില്ല.